വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ ഏറ്റവും പുതിയതായിട്ട് എനിക്ക് പറയാനുള്ളത് മാർക്ക് സുക്കർബർഗ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വന്തം അനൗൺസ് ചെയ്ത ഒരു ഫീച്ചറാണ്. വാട്സപ്പ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ഫീച്ചറാണ് മെറ്റ AI. അതായത് നമ്മുടെ സെർച്ച് ബാറിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ടെക്നോളജി ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യയിൽ വാട്സപ്പിൻ്റെ സർവീസുകൾ ലഭ്യമാവുകയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ സമർ ഹാരിസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഒഴിച്ചുകൂടാനാവാത്ത നമ്മളുടെ സ്വന്തം വാട്സപ്പിനെ പറ്റിയാണ്. വാട്സപ്പിനെ പറ്റി എന്താ ഇത്ര പറയാനുള്ളതെന്നല്ലേ, വാട്സപ്പിൽ അത്ഭുതപ്പെടുത്തുന്ന പുതിയ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ AI ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് ഫയൽ ഷെയർ ചെയ്യാനുള്ള പുതിയൊരു ഫ്യൂച്ചർ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ ഈ അപ്ഡേറ്റുകളുടെ വാർത്തകൾക്കിടയിലും ആശങ്കപ്പെടുത്തുന്ന വാട്സപ്പിനെ സംബന്ധിച്ച ഒരു വാർത്തയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് വാട്സപ്പ് മാത്രമല്ല കേട്ടോ, 2021 IT ആക്ട് അമെൻമെൻ്റ് അനുസരിച്ചിട്ട് ചില പ്രശ്നങ്ങൾ വാട്സപ്പിൻ്റെ ഇന്ത്യയിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന തരത്തിൽ സംശയങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റും വാട്സപ്പും തമ്മിൽ നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ടെക് ലോകത്തെ ചർച്ചയാണ്. ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകും, അതിനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് വാട്സപ്പ് പറയുന്നു. സോ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ പരിശോധിക്കാം. ഓക്കെ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ ഏറ്റവും പുതിയതായിട്ട് എനിക്ക് പറയാനുള്ളത് മാർക്ക് സുക്കർബർഗ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വന്തം അനൗൺസ് ചെയ്ത ഒരു ഫീച്ചറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മെറ്റ റൈഡ്മാൻ ഗ്ലാസസ്, അതായത് വാട്സപ്പിൻ്റെ മദർ കമ്പനിയായ മെറ്റയും പ്രമുഖ ഗ്ലാസ് നിർമ്മാതാക്കളായ റൈഡ്മാനും ചേർന്നിട്ട് നിർമ്മിച്ചിട്ടുള്ള ഗ്ലാസ്സാണ്. ഈ സംഗതിയിൽ വാട്സപ്പ് വീഡിയോ കാൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുക. റീസെൻ്റായിട്ട് നമ്മളുടെ ചില ബീറ്റ ടെസ്റ്റേഴ്സിന് വാട്സപ്പ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ഫീച്ചറാണ് മെറ്റ AI. അതായത് നമ്മുടെ സെർച്ച് ബാറിൽ മെറ്റ AI കാണാൻ കഴിയും. അതുപോലെ പുതിയ ചാറ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ മെറ്റ AI ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ചാറ്റ് GPT, ഗൂഗിളിൻ്റെ ജെമിനി അതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും മേ ബി. എന്നാൽ പോലും മെറ്റ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ വാട്സപ്പിൽ AI കൊണ്ടുവന്നു. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചലഞ്ച് വളരെ മത്സരം നടക്കുന്ന ഈ ലോകത്ത് ഒരുപിടി മുന്നിലേക്ക് പോവുക എന്ന ഒരു ഉദ്ദേശം വാട്സപ്പിനുണ്ടെന്ന് തീർച്ചയാണ്. വൺസ് ഞാനത് കിട്ടിക്കഴിയുമ്പോൾ, അതായത് എൻ്റെ വാട്സപ്പിൽ അത് കിട്ടിക്കഴിയുമ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ ഈ വീഡിയോ നമ്മൾ ഈ മെറ്റ AIയെ പറ്റി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ നിയർ ബൈ ആളുകൾക്ക്, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളുടെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന് ഡേറ്റ ഷെയർ ചെയ്യാൻ, അതായത് വീഡിയോസ്, ഫോട്ടോസ് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ ഷെയർ ചെയ്യാൻ, അതായത് നമുക്ക് ഓർമ്മയുണ്ടാവും നിയർ ബൈ ഷെയർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫീച്ചറിനെ പറ്റിയിട്ട്. ആ സംഗതി വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പുതിയൊരു അനൗൺസ്മെൻറ്റ്. പുതിയൊരു ലീക്കാണത്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് നൽകാൻ പോകുന്ന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വളരെ സന്തോഷകരമായ വാർത്തകൾ വരുന്നതിനിടയിലാണ് വാട്സപ്പിൻ്റെ ഭാവിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കിക്കൊണ്ട് ഒരു പുതിയ ഒരു നിയമ പോരാട്ടം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. 2021 IT ആക്ടിലെ അമെൻമെൻറ്റ് പ്രകാരം വാട്സപ്പിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഫ്യൂച്ചർ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നാം ഉയർന്നു കേൾക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ അയക്കുന്ന സന്ദേശം നമ്മൾക്കും, നമ്മൾ അയക്കുന്നത് ആർക്കാണോ, റിസീവ് ചെയ്യുന്നത് ആരാണോ അവർക്കും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. വാട്സപ്പ് പറയുന്ന പ്രകാരം, വാട്സപ്പ് പറയുന്നത് ശരിയാണെങ്കിൽ വാട്സപ്പിന് പോലും ഈ സന്ദേശം വായിക്കാൻ കഴിയില്ല എന്നതാണ് വാട്സപ്പ് പറയുന്നത്. പക്ഷേ ഇതിലൊരു നിയമ പ്രശ്നമുണ്ട്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഈ വിഷയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിയമ പ്രശ്നമുണ്ടായി. അതായത് ഒരു ഹെയ്റ്റ് സ്പീച്ച് സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു. ഇങ്ങനെ ഉണ്ടായാൽ ഇതെവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടു, ആരാണ് ആദ്യമായി ഷെയർ ചെയ്തത്, ഈ വിഷയം കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ വാട്സപ്പിൻ്റെ എൻക്രിപ്ഷൻ ടെക്നോളജി, അതായത് നമ്മളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ
ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൈമാറുന്നതിനൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ 2021 ഈ IT അമെൻമെൻറ്റ് ആക്റ്റിൽ നിന്നും ഈ ഫീച്ചറിനെ നീക്കം ചെയ്യണമെന്ന് വാട്സപ്പും, എന്നാൽ ഈ ഫീച്ചർ കൊണ്ടുവരണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് പറയുന്ന വളരെ എന്താ പറയുക, ആശങ്ക ഉണ്ടാക്കുന്നൊരു വാട്സപ്പിൻ്റെ അഡ്വക്കേറ്റ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്ങാനും ജനങ്ങളുടെ സ്വകാര്യതയെ കാത്തുസൂക്ഷിക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ടെക്നോളജി ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യയിൽ വാട്സപ്പിൻ്റെ സർവീസുകൾ ലഭ്യമാവുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ടെക്നോളജി കമ്പനിയും ഒരു പ്രൊഡക്റ്റ് കമ്പനിയും ഇന്ത്യയിൽ നിന്ന് ഏത് കാരണം കൊണ്ടോ ആവട്ടെ പിൻവാങ്ങുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അപ്പോൾ വാട്സപ്പ് ഈ വിഷയത്തിൽ പിൻവാങ്ങും, അതായത് ഇന്ത്യയിലെ സർവീസ് നിർത്തിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക പ്ലീസ്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഒരുമിച്ച് നമുക്ക് പുതിയ അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ടിൽ ദെൻ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ടാറ്റാ, സീ യു സൂൺ.